ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എല്ലാവരും കർത്താവേ, കർത്താവേ, എന്റെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ ശരീരത്തിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങളും പീഡകളും സമർപ്പിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് അറിയാതെ ഒന്നും നിന്റെ ശരീരത്തിൽ സംഭവിക്കില്ലല്ലോ. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് എന്റെ ശരീരത്തിന്റെ നിയന്ത്രണം കർത്താവ് ഏറ്റെടുക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. രണ്ട് കരങ്ങളും ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ചേ. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ചേ. പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ, വികാരങ്ങൾ, വിചാരങ്ങൾ, ആലോചനകൾ, ഇന്നലകളിലെ കൈപ്പേറിയ അനുഭവങ്ങൾ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരു ഉണർവില്ലാത്ത അവസ്ഥ, അങ്ങനെ പലതും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടാവും. ആരെങ്കിലുമൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ, കഴിഞ്ഞ കാലത്തിലെ ചില സംഭവങ്ങൾ നിന്നെ വേട്ടയാടും. നിന്നെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കാതെ ഇതിങ്ങനെ പുറകോട്ട് വലിക്കും. അത് ഈ സമയത്ത് സമർപ്പിച്ച് പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം കർത്താവ് ഏറ്റെടുക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് തന്നെ നമ്മുടെ മനസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായിട്ട് വ്യാപരിക്കപ്പെടാൻ രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ചുകൊണ്ട് തന്നെ ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. സ്തുതിക്കുന്ന കർത്താവേ, മഹത്വം കർത്താവേ, ആരാധന കർത്താവേ. എൻ്റെ മനസ്സിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും കർത്താവ് ഏറ്റെടുക്കണമേ. ഒരു പുതിയ അഭിഷേകം സംഭവിക്കട്ടെ, ഒരു പുതിയ ശക്തി കർത്താവ് വെളിപ്പെടട്ടെ, ഒരു പുതിയ അഭിഷേകം കർത്താവ് നൽകട്ടെ. എൻ്റെ മനസ്സിലുള്ള വിചാരങ്ങളെ, ആലോചനകളെ എല്ലാം കർത്താവ് ഏറ്റെടുക്കട്ടെ, വിശുദ്ധീകരിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നയിക്കട്ടെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നയിക്കട്ടെ, ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ധൈര്യപ്പെടുത്തട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നെറ്റിയിൽ കുരിശടയാളം വരച്ച് സ്വയം വിശുദ്ധീകരിച്ച്, നെറ്റിയിൽ കുരിശടയാളം വരച്ച് സ്വയം വിശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈ തിരുനാൾ ശുശ്രൂഷകൾ ഈ ദിവസങ്ങളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അനേക നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പരിശുദ്ധ അമ്മ നമ്മളെ ചില കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അമ്മ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ എന്തു ചെയ്യണമെന്നാണ് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നതെന്നറിയാവോ? പരിശുദ്ധ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എങ്ങനെയാണോ ഇപ്രകാരം വലിയ വിശുദ്ധിയിലേക്ക് എത്തിയത്, അതുപോലെ നിങ്ങളും എത്തിച്ചേരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ നമ്മളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ വളരെ സാധാരണക്കാരിയായിരുന്നു. സാധാരണക്കാരിയായ പരിശുദ്ധ മറിയം എങ്ങനെയാണ് അസാധാരണമായ കാര്യങ്ങൾ കാണാനും കേൾക്കാനും കഴിവുള്ളവളായി മാറിയത്? വളരെ സാധാരണക്കാരിയായിരുന്ന മറിയം എങ്ങനെയാണ് പരിശുദ്ധ മറിയമായി മാറിയത്? പരിശുദ്ധ മറിയത്തിൽ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് പരിശുദ്ധ മറിയത്തിന്റെ ആത്മീയതയുടെ രഹസ്യം മുഴുവൻ അടങ്ങിയിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ്.
ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ചോദിക്കേണ്ടതും എന്തിനു വേണ്ടി എന്നറിയോ? ഈ പരിശുദ്ധ അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്ന ആത്മീയതയുടെ ആ രഹസ്യത്തെ നമുക്കും സ്വന്തമാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള ദൈവവചനം ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇതാണ് വചനം. ഏതാണ് വചനം? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് ഇനി ഏത് പാതിരാത്രിയിലും ആര് ചോദിച്ചാലും ഈ വചനം പറയാൻ തയ്യാറായിരിക്കണം. അറിയാൻ പാടില്ല എന്ന് പറയരുത്. വേറെ ഒന്നും പഠിച്ചില്ലേലും കുഴപ്പമില്ല, ഈ വചനം പഠിക്കണം. പരിശുദ്ധ മറിയം ഇതാ തൻ്റെ ആത്മീയതയുടെ രഹസ്യം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ അസാധാരണമായ എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ കാണാനും കേൾക്കാനും കഴിവുള്ളവളായി ആര് മാറി? പരിശുദ്ധ മറിയം മാറി. അസാധാരണമായ കാര്യങ്ങൾ അല്ല, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ദൈവീക രഹസ്യങ്ങൾ കാണാനും കേൾക്കാനും കഴിവുള്ള ഒരു വ്യക്തിയായി മാറണം. അപ്പൊ ഈ വചനം നമ്മൾ പഠിച്ച് പ്രാർത്ഥിച്ച് അസാധാരണമായ ഒരു കൃപയിലേക്ക് ഒഴുകാൻ പോവുകയാണ്. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവരാരെങ്കിലും അടുത്ത് നിൽപ്പുണ്ടെങ്കിൽ വിളിച്ച് ചേർത്ത് നിർത്തിക്കോ. എന്നിട്ട് ആ വ്യക്തിയോട് ഈ വചനം പറഞ്ഞു കൊടുത്തേ. ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി പറയണം. ഞാൻ പറയാം, അത് നിങ്ങൾ അവരോട് ഏറ്റു പറഞ്ഞാൽ മതി. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. മക്കളുടെയൊക്കെ തലയെ കൈവച്ചുകൊണ്ട് തന്നെ പറയണം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അങ്ങനെ പറയുമ്പോൾ തന്നെ അവരിൽ ഒരു ദൈവിക ഇടപെടൽ സംഭവിക്കും. ഭയപ്പെട്ടിരുന്ന, അസ്വസ്ഥയായിരുന്ന, ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്ന മറിയം പിന്നെ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? പിന്നെ അസ്വസ്ഥയായിട്ടുണ്ടോ? പിന്നെ ഭയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതോടുകൂടെ പരിശുദ്ധ അമ്മയുടെ സ്വഭാവം മാറി, പരിശുദ്ധ അമ്മയുടെ നിലപാടുകൾ മാറി, പരിശുദ്ധ അമ്മയുടെ കാഴ്ചപ്പാടുകൾ മാറി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാലുള്ള മെച്ചം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നമ്മൾ ഇങ്ങനെ സ്വീകരിക്കുന്നതോടുകൂടെ കാര്യങ്ങളുടെ ഗതി അങ്ങ് മാറാൻ തുടങ്ങും. ഇവിടെ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും മൊത്തം നേരം പ്രാർത്ഥിക്കുന്നത് മകളുടെ കല്യാണം നടക്കണം, മകന്റെ ജോലി ശരിയാവണം, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ മാറാൻ തുടങ്ങും. നിങ്ങൾ ശ്രമിക്കൂ. ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഭർത്താവിനെ ഓർത്തുകൊണ്ട്, അയ്യോ അയാള് കള്ളുകൂടിയനാണ്, ധ്യാനത്തിന് വിളിച്ചിട്ട് വന്നില്ല, ഇനിയിപ്പോൾ എന്നാ ചെയ്യും, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉത്തരം കിട്ടുമോ? ഇല്ല. മറിച്ച് എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങളുടെ ഗതി മാറും. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? ഈ വചനം നമ്മുടെ സ്വന്തമാവണ്ടേ? അതെങ്ങനെയാവും? പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. പറഞ്ഞേ. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ ശുശ്രൂഷ രീതിക്ക് പറയുന്ന പേരാണ് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ രീതി. എന്ത് പ്രാർത്ഥനാ രീതി? ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ രീതി. ക്ലെയിം എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? ഇൻഷുറൻസ് ക്ലെയിം, മെഡിക്കൽ ക്ലെയിം എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തമാക്കുന്ന പ്രാർത്ഥനാ രീതി. ഇപ്പൊ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ വചനം നമ്മുടെ സ്വന്തമാക്കി എടുക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ആ വചനം
നമ്മിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയാ, Hallelujah. ഹല്ലേലൂയാ. Hallelujah. വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മയോട് ദൂതൻ പറഞ്ഞ വചനം നമ്മൾ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ആരുടെ സ്വന്തമാക്കുന്നു? നമ്മുടെ സ്വന്തമാക്കുന്നു. എൻ്റെ സ്വന്തമാക്കി സ്വീകരിക്കുന്നു. വലതുകര ഉയർത്തിപ്പിടിക്കുന്നു, ഇടതുകര നെഞ്ചോട് ചേർത്ത് ആ വചനം സ്വന്തമാക്കി സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, എൻ്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. എൻ്റെ മേൽ ആവസിക്കും. ഹാലേലുയാ, ഹാലേലുയാ, ഹല്ലേലുയാ. Hallelujah. അതായത് വചനം സ്വന്തമാക്കി സ്വീകരിക്കുന്നതനുസരിച്ച് വചനം നമ്മിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇല്ലെങ്കിൽ വെറുതെ വായിച്ചു പോകും. വായിച്ചു പോരാ, മറിച്ച് ഈ വചനം നമ്മുടെ സ്വന്തമാക്കി സ്വീകരിച്ചാൽ കാര്യങ്ങളുടെ ഗതി മാറാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഈ പോട്ട ആശ്രമത്തിൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നിലയൊക്കെ പരിങ്ങലിലായി, ആകപ്പാട് പ്രതിസന്ധി. അദ്ദേഹം കാണാൻ വന്നപ്പോൾ പറഞ്ഞ കാര്യം, അച്ഛാ എൻ്റെ മുമ്പിൽ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, അതേത് വഴി? അച്ഛാ, ആത്മഹത്യയുടെ വഴി. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു വഴിയുണ്ടെങ്കിൽ പിന്നെ എന്തിനു ഇങ്ങോട്ട് വന്നേ? അല്ല അച്ഛാ, ഇവിടെ വന്നൊരു തീരുമാനമെടുത്തിട്ട് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഇവിടെ വന്നിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയോ? എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എൻ്റെ അച്ഛാ എൻ്റെ വീട്ടിലെ ഈ പ്രശ്നമൊന്നും അല്ല എന്ന് അറിയത്തില്ല, ഇച്ചിരിയൊക്കെ അറിയാം. അച്ഛ ഇതെങ്ങാനും പറഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റൂല. അതിനു മാത്രമുള്ള ഒരു ഭീമമായ സാമ്പത്തിക നഷ്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഉറക്കയില്ല അച്ഛാ, ഞാൻ ആകപ്പാട് അസ്വസ്ഥനാണ്. എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ചില ഇടങ്ങളിൽ അന്വേഷിച്ചപ്പോൾ അവന്മാരൊന്നും തരുന്നില്ല. പൈസയെ തരുമെന്ന് പറഞ്ഞിരുന്ന ചില സ്ഥലങ്ങളുണ്ട്, അവരൊക്കെ ഇപ്പം മുഖം തിരിച്ചു കളഞ്ഞു. ഒരൊറ്റ മനുഷ്യനും കൂടെ ഇല്ല. അതെപ്പോഴും അങ്ങനെയല്ലേ? നമുക്കൊരാവശ്യം വരുമ്പോൾ ഒറ്റ എണ്ണവും കൂടെ ഉണ്ടായില്ല, അല്ലാത്തപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഈ മനുഷ്യൻ പറഞ്ഞത്, അച്ഛാ ഒറ്റ ഒരുത്തിനും കൂടെ ഇല്ല, ആകപ്പാടൊരു അസ്വസ്ഥതയിലാണ്. മരിക്കണമെന്നാണ് എൻ്റെ ഉള്ളിലെ ചിന്ത. കാരണം വേറെ വഴിയൊന്നും കാണുന്നില്ല, ഇരുട്ട് മാത്രമാണ്, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ഒന്നിനോടൊരു താല്പര്യമില്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ കുറച്ച് പേർക്കെങ്കിലും ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളവർക്ക് ഇതിൻ്റെ വിഷമം മനസ്സിലാവും. എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ചിലർക്കിത് മനസ്സിലാവും, അച്ഛാ അതെൻ്റെ കാര്യമാണ്, എൻ്റെ ജീവിതമാണ്, അതവർക്ക് നന്നായി മനസ്സിലാവും. അപ്പം ഇദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടനൊരു കാര്യം ചെയ്യൂ, തൽക്കാലത്തേക്ക് ചെയ്യാവുന്ന ഒരു കുഞ്ഞു പരിപാടി, വലിയ കാര്യങ്ങളൊന്നും അല്ല, തൽക്കാലത്തേക്ക് ചെയ്യാവുന്നൊരു കാര്യം, ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായം, ഒരു ചെറിയ അധ്യായമല്ലേ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ചേട്ടൻ ആ പള്ളിയിൽ പോയിരുന്ന് ഇച്ചിരി നേരം വായിക്കുക. എന്നിട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടെ കണ്ട് സംസാരിക്കാം. അല്പം തിരക്കുള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തോട് പറഞ്ഞത്, ചേട്ടൻ പോയിട്ട് ഈ വചനം വായിക്കുക, അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. കാരണം ഇയാളോട് എന്തു പറയണമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ആദത്തെ സൃഷ്ടിച്ചതിനെ കുറിച്ചൊക്കെ ഇയാൾ വായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സ്വാഭാവികമായും നമ്മുടെ തലയ്ക്കകത്തൊരു ചിന്ത വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇയാളെ രണ്ടാമത് കാണുമ്പോൾ ഇയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുവാണ്. ഞാൻ ചോദിച്ചു, ചേട്ടാ 1-ാം അധ്യായം മുഴുവൻ വായിച്ചോ? ഇല്ലച്ചാ. ഞാൻ ചോദിച്ചു, പിന്നെ എന്ത് ചെയ്തോണ്ടിരിക്കുവോ ഈ ബൈബിളും പിടിച്ചോണ്ട്? ചേട്ടൻ ഇരുന്ന് കരയുന്നുണ്ടല്ലോ, ഇതെന്താ? അച്ഛാ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ഉം 2-ഉം വചനം വായിച്ചിട്ട് എനിക്ക് മുമ്പോട്ട് നീങ്ങാൻ പറ്റിയിട്ടില്ല. ഞാൻ ചോദിച്ചു, അതേത് വചനം? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ഉം 2-ഉം വചനം അറിയുന്നതല്ലേ? ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ഉം 2-ഉം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഇതാണ് വചനം. ഇയാൾ എന്നോട് പറയാ, അച്ഛാ ഇതെന്നെ കുറിച്ചാണ്. ഞാൻ ചോദിച്ചു, ചേട്ടനെ കുറിച്ചോ? അതേ അച്ഛാ, വായിച്ചു നോക്കിയേ. ഭൂമി രൂപരഹിതവും. എൻ്റെ അവസ്ഥ അച്ഛാ, ഒരു രൂപവും ഇല്ലാതെ ഇരിക്കുക ഞാൻ, ഒരു രൂപവുമില്ല. ഇനി എന്നാ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അച്ഛാ വായിച്ചേ. ശൂന്യവുമായിരുന്നു. എൻ്റെ അവസ്ഥയാണ് ശൂന്യത. അച്ഛാ വായിച്ചേ. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. മൊത്ത ഇരുട്ടാ അച്ഛാ, മൊത്ത ഇരുട്ട്. അച്ഛാ ഞാൻ കരയണ എന്താണെന്നറിയോ? അടുത്ത വചനം, ദൈവത്തിൻ്റെ ചൈതന്യം
വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം ഈ ഇരുട്ടിൻ്റെ മുകളിൽ, ഈ ശൂന്യതയുടെ മുകളിൽ, രൂപമില്ലാത്തതിൻ്റെ മുകളിൽ ചലിച്ചുകൊണ്ടിരുന്നു. അച്ഛാ, ഞാൻ ഇങ്ങനെ ഇരുന്ന് കരയാൻ കാരണം എൻ്റെ നിരാശയുടെയും ദുഃഖത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും മുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചിറകട്ടടിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അങ്ങോട്ട് ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഗതി മാറിയ അനുഭവങ്ങളായിരുന്നു. ഗതി മാറിയ അനുഭവങ്ങൾ. അതാണ് വചനം സ്വന്തമാക്കുക എന്ന് പറയുന്നത്. വചനം സ്വന്തമാക്കി സ്വീകരിക്കുക. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഡൽഹിയിൽ ധ്യാന മന്ദിരത്തിലായിരിക്കുന്ന അവസരത്തിൽ അവിടുത്തെ ഒരു പ്രശ്നത്തോട് ബന്ധപ്പെട്ട് വല്ലാത്ത ഭാരം, ഒരു പ്രശ്നം. ദൈവമേ, ഇതോടുകൂടി ധ്യാന മന്ദിരത്തെ ബാധിക്കുന്നൊരു കാര്യമാണ്, ഇതോടുകൂടി പ്രശ്നം രൂക്ഷമാണ്, എന്ത് ചെയ്യും? സങ്കടം, ഭാരം, എന്തു ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാം തിരുവചനം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാം തിരുവചനം ഞാൻ പലതവണ വായിച്ചിട്ടുള്ളതാണ്. നിങ്ങളൊക്കെ പലതവണ വായിച്ചിട്ടുണ്ടാവും. ഒന്ന് വായിച്ചു നോക്കിക്കേ. ഞാനത് തുറന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഞാനിത് വായിച്ചപ്പോ എൻ്റെ കണ്ണീന്ന് കുടുകുടാ കണ്ണുനീര്. കാരണം ഈ വചനം പലതവണ വായിച്ചിട്ടുണ്ടെങ്കിലും ആ സമയത്ത് ഞാനത് വായിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട അനുഭവം. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അടുത്ത വചനം എന്താ? അതിനെ കീഴടക്കാൻ, പറഞ്ഞേ, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. എൻ്റെ ഉള്ളിൽ വന്ന ആശ്വാസം. അത്രയും നേരം ഭാരപ്പെട്ടിരുന്നൊരു വിഷയത്തെ കർത്താവ് ഒരൊറ്റ വചനം കൊണ്ട് എടുത്തങ്ങോട്ട് മാറ്റുകയാണ്. അതിനെ കീഴടക്കാൻ ഇരുളിന് പറ്റത്തില്ല. നിന്റെ ജീവിതത്തിൽ നിന്നെ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ എന്നും കണ്ണുനീരിലും ദുഃഖത്തിലുമായിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇതാണ് വചനം. വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചാലുള്ള മെച്ചം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചെയ്യേണ്ട കാര്യവും ഇത് തന്നെ. പരിശുദ്ധ അമ്മ നമുക്കൊരു ട്രെയിനിങ് നൽകുകയാണ്, നമുക്കൊരു പരിശീലനം നൽകുകയാണ്. നിന്റെ ജീവിത വഴികളിൽ നീ അസാധാരണമായ കഴിവുള്ളൊരു വ്യക്തിയായിട്ട് പ്രശോഭിക്കണമെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം വചനത്തെ സ്വന്തമാക്കി സ്വീകരിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ ദേശമുണർന്നാൽ ഒരു ഭവനം